അധ്യായം 20. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. പിന്നെ യെശയ്യാവ്, ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്നു. പരുവിന്മേൽ ഇട്ട് അവന് സൗഖ്യമായി. ഹിസ്കിയാവ് യെശയ്യാവോട്, യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ്, യഹോവ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയിങ്കൽ നിന്ന് ഇത് നിനക്ക് അടയാളമാകും. നിഴൽ 10 പടി മുമ്പോട്ട് പോകണമോ 10 പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. അതിന് ഹിസ്കിയാവ്, നിഴൽ 10 പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെയല്ല, നിഴൽ 10 പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി. ആ കാലത്ത് ബലദാന്റെ മകനായ ബരദോക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരുടെ വാക്കുകേട്ട് തന്റെ ഭണ്ഡാരഗൃഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തന്റെ ആയുധശാലയും തന്റെ ഭണ്ഡാരങ്ങളിലുള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ലായിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്ന് അവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ദൂരദേശത്തുനിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു. എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ല എന്ന് പറഞ്ഞു. യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്ക. രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ഡന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എന്റെ ജീവിതകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നു അവൻ പറഞ്ഞു. ഹിസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും, അവൻ ഒരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി.